വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നല്ല മഴക്കാലം, അപ്പോൾ ഒരു KSRTC വൈബ് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് കുറച്ച് മഴയ്ക്കിപ്പോൾ കുറവുണ്ട്, എന്നാലും സൈഡുകളിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ്. അങ്ങനെ ആഫ്റ്റർ സം ടൈം ഞങ്ങൾ ആനവണ്ടി യാത്ര സ്റ്റോപ്പ് ചെയ്തു, കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൻ്റെ രണ്ട് സൈഡ്സിലും നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സിലുള്ള റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ ഒരുപാട് പേര് ക്യാമ്പിലൊക്കെ നിൽക്കുന്നവരുണ്ട്. ഇതാണ് പനമരം പുഴ. ഇത് ലാസ്റ്റ് ടൈമിൽ ഫ്ലഡിന് ഒരുപാട് ആൾക്കാരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റിവർ ഓവർഫ്ലോ ആയിട്ട്. ഇതൊക്കെ ഈ റിവർ സൈഡിലുള്ള ബിൽഡിങ്സ് ആണ്. അതുപോലെ കൃഷിയൊക്കെ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫ്ലഡ് എഫക്റ്റ് ചെയ്യുന്ന ഏരിയാസിൽ ഒന്നാണ് പനമരം. ഈ കാണുന്ന ഒരു ഓഡിറ്റോറിയമാണ്. ഓഡിറ്റോറിയമൊക്കെ ഏകദേശം ഒരു കാൽഭാഗത്തോളം മുങ്ങി കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ വീട്ടിലേക്കൊരു ഷോർട്ട് കട്ട് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല സീനാണ്. പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആനേനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു റോഡാണ്. കാരണം വൈകുന്നേര സമയങ്ങളിൽ, രാത്രി സമയങ്ങളിലൊക്കെ ആന സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു വഴിയാണിത്. അപ്പം കുറച്ച് പേടിയുണ്ടായിരുന്നു, എങ്ങാനും ആന മുന്നിൽ പെട്ടാലോ എന്ന്. കാരണം സൈഡുകളിൽ നിൽക്കുന്ന പോലെയല്ല, എങ്ങാനും അത് ക്രോസ് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ കുറച്ച് സീനായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് സൈഡുകളിലേക്കൊക്കെ നോക്കിയിട്ട് തന്നെ പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല, കാരണം റോഡ് അത്യാവശ്യം മോശമായതുകൊണ്ട്. ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ്. രണ്ട് സൈഡ്സിലും മരങ്ങളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് നിന്നിട്ട്, പിന്നെ മാത്രമല്ല രണ്ട് സൈഡും ഫോറസ്റ്റ് ഏരിയ ആണ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് അത്യാവശ്യം മഴയൊക്കെ നന്നായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.